നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നമുക്ക് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത്. മത്സരം വിജയിക്കണം. ലോകത്തെ ബെസ്റ്റ് ടീമുകളിൽ ഒന്നിനോട് ഞങ്ങൾക്ക് വിജയിക്കണം. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പാഠം പഠിക്കേണ്ടതുണ്ട്. എന്നാൽ മികച്ചൊരു പ്രകടനം ഇവിടെ നടത്തിയേ പറ്റൂ. സോ ഡിഫറെൻ്റാണ് സിറ്റുവേഷൻസ്. We are in a very good position going into tomorrow. Our best players are here. We want to do everything to win. എന്ന് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വിൻസെൻ്റ് കോമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുങ്ങി തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ തവണത്തെ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇത്തവണ മികച്ച താരങ്ങളെയും കൊണ്ടുവന്ന് റയൽ മാഡ്രിഡിനെ സാന്റിയാഗോ ബെർണബുവിൽ പരാജയപ്പെടുത്താൻ ഒരുങ്ങിയിറങ്ങുന്നു ബയൺ മ്യൂണിക്ക്. സാധിക്കുമോ? കണ്ടറിയേണ്ട കാര്യമാണത്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മികച്ച പെർഫോമൻസ് നടത്താൻ കഴിയും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. നാളത്തെ മത്സരത്തിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എവറിത്തിങ് വിൽ മാറ്റർ ടുമാറോ. ഇപ്പോൾ ഒരു കോച്ച് എന്ന നിലയിൽ ബെർണാബുവിൽ ഞാൻ ആദ്യമായിട്ടെത്തുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് കളികൾ ഓൾറെഡി കളിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും ടാക്ടിക്സ് മാത്രമായിരിക്കില്ല, താരങ്ങളുടെ ഇൻഡിവിജ്വൽ ക്വാളിറ്റീസും മറ്റുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. റിയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ കളിച്ച് നമ്മൾ കണ്ടില്ലേ? അതുപോലുള്ളൊരു കളിയുമായിട്ട് അവരെത്തുമെന്ന പ്രതീക്ഷയിൽ അതിനെ പ്രതിരോധിക്കാനാണ് ഞങ്ങൾ ഒരുങ്ങിയിറങ്ങുന്നത് എന്നാണ് അവരുടെ കോച്ച് പറയുന്നത്. അതേസമയം ആൽവാരോ ആർബിലോവക്ക് കൃത്യമായ വ്യക്തമായ ബോധ്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഇത്തരം സിറ്റുവേഷനുകളിൽ, ഇത്തരം മത്സരങ്ങളിൽ വിജയിക്കാതിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. ഒരു പോസിബിൾ സെനാരിയോ ഇവിടെ ഉള്ളൂ. അത് ബീറ്റ് ബയൺ ആൻഡ് ഗെറ്റ് ത്രൂ ദി ടൈ. അതാണ് ഒരേറ്റ സെനാരിയോ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. ബയണിനെ തോൽപ്പിക്കുക, മുന്നോട്ട് പോവുക. ആ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ആകെ വേണ്ടത്. ഞങ്ങളുടെ എല്ലാ എനർജിയും ബയണിനെതിരെ ഞങ്ങൾ പുറത്തെടുക്കും എന്നുകൂടി അർബിലോവ് പറയുമ്പോൾ വ്യക്തമല്ലേ, മെയ് മറന്നൊരു പോരാട്ടത്തിനാണ് റയൽ മാഡ്രിഡ് ഇവിടെ ഒരുങ്ങിയിറങ്ങുന്നത്. ബയൺ ടീമിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറയുന്നു, ബയൺ ആർ അൺബിലീവബിൾ. നമ്മളത് കണ്ടതാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈ സീസണിൽ നമ്മൾ കാണുന്നുണ്ട്. അതേസമയം അവരുടെ എല്ലാവിധ ബഹുമാനവും ഉണ്ടെങ്കിലും ഞങ്ങൾ മികച്ചൊരു പോരാട്ടം നടത്താൻ തന്നെയാണ് ഇവിടെ ഒരുങ്ങിയിറങ്ങുന്നത്. ഐ തിങ്ക് ബയൺ have been the most consistent side in Europe this season. ഈ സീസണിൽ യൂറോപ്പിലെ ഏറ്റവും സ്ഥിരതയുള്ള പ്രകടനം നടത്തുന്ന ടീം ബയൺ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടീമാണ്. ഫിയർലെസ് ആണ്, അഗ്രസീവാണ്, ഡിഫെൻസീവ്ലി വളരെ ഫോക്കസ്ഡ് ആണ്. അൺബിലീവബിൾ സ്ട്രൈക്കറായ ഹാരി കെയ്ൻ അവരുടെ കൂടെയുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കൃത്യമായി ഞാൻ പറയട്ടെ, ഞങ്ങൾക്കിവിടെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ: വിജയിക്കുക, മുന്നോട്ട് പോവുക. അതായത് അംഗം കുറിച്ച് കഴിഞ്ഞു. രണ്ട് ടീമിൻ്റെ കോച്ചുമാരും പറയുന്നത് വിജയിക്കാനാണ് ഇറങ്ങുന്നത്. വിജയം വരെയുള്ള പോരാട്ടമാണെന്ന് പറഞ്ഞാൽ ഈ കളി സമനില പിടിച്ച് അടുത്ത കളി ജയിച്ചാൽ മതി എന്നുള്ളതല്ല. ഇവിടെ തന്നെ വിജയത്തിൻ്റെ അടിത്തറ പാകണം എന്ന ഉറച്ച വിശ്വാസത്തിൽ രണ്ട് ടീമും ഇറങ്ങുമ്പോൾ ഒരു കിടിലൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം. ഈ രണ്ട് ടീമുകളുടെയും ഫോം ഗേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവസാനമായി കളിച്ച 5 കളികളിൽ 4 റയൽ ജയിച്ചു, 1 തോറ്റു. അതുപോലെ തന്നെയാണ് ബയൺ മ്യൂണിക്കിൻ്റെ കാര്യം. 4 ജയിച്ചു, 1 സമനില. ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ റയലിന് നേരിയ മുൻതൂക്കമുണ്ട് എന്നാണ് യുഎഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയുന്നത്. 13 വിജയങ്ങൾ റയലിന്, 11 വിജയങ്ങൾ ബയണിന്. 4 മത്സരങ്ങൾ സമനിലയായി. 45 ഗോളുകൾ റയൽ മാഡ്രിഡ് അടിച്ചപ്പോൾ തിരികെ 42 ഗോളുകളാണ് ബയൺ അടിച്ചിരിക്കുന്നത്. എന്തായാലും ബെർണാബ്യൂവിൽ നിന്ന് തീ പറക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.